എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ ഇങ്ങനെയുള്ളൊരു ടോപ്പിക്ക് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിലെ എല്ലാവരും തന്നെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഒരു 1700 സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട്. 1700 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഓക്കെ, എന്നിരുന്നാലും ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു 1700 സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട്. നമ്മുടെ വീഡിയോ ഇട്ട ഉടനെ തന്നെ ഏകദേശം ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഏകദേശം ഒരു 500 പേര് നമ്മുടെ വീഡിയോ കാണാറുണ്ട്, സ്ഥിരമായി കാണാറുണ്ട്. 500 ഈ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയിലുള്ള ഈ 1700 പേരോടാണ് ഇന്ന് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. ഓക്കെ, ഈ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാർക്കും സംഭവിക്കാതിരിക്കട്ടെ, പക്ഷേ സ്റ്റിൽ ഇതൊരു വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കോ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട നിങ്ങളുടെ ബന്ധുക്കൾക്കോ, അത് നിങ്ങളുടെ ഭാര്യയാവാം, ഭർത്താവാവാം, അമ്മയാവാം, അപ്പനാവാം, അനിയത്തിയാവാം, മക്കളാവാം, അമ്മായിയപ്പനാവാം, അമ്മായിയമ്മയാവാം, ആരുമാവട്ടെ, നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടാവുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ഒരു 15 ലക്ഷം രൂപയോളം ചിലവാകുകയും ചെയ്താൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ഈ 15 ലക്ഷം രൂപ കണ്ടെത്തുക? ഇതാണ് ചോദ്യം. സത്യസന്ധമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന സൊല്യൂഷൻ പറയണം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സൊല്യൂഷൻസ് ഞാൻ പറയാം. ഒന്ന്, കയ്യിൽ 15 ലക്ഷം രൂപ ഉണ്ടായിരിക്കുക, അതെടുത്ത് ചിലവാക്കുക. വളരെ സാധ്യതയില്ലാത്ത ഒരു സംഭവമാണത്. ഒരു നമ്മുടെ ഈ ചാനൽ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 5% താഴെ വരുന്ന ആളുകൾക്ക് ഇത് ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള സാലറീഡ് ആയിട്ടുള്ള ആളുകൾ, IT കമ്പനികളിലോ ഒരു കോർപ്പറേറ്റ് കമ്പനികളിലോ അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലിയിൽ പോലും വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇത് സാധ്യമല്ല. 15 ലക്ഷം രൂപ ഓവർനൈറ്റ് കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള കാര്യമേ അല്ല. രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള സ്വർണം, ഭാര്യയുടെ സ്വർണ്ണമാവാം, മാതാപിതാക്കളുടെ സ്വർണ്ണമാവാം, ഇത് കൊണ്ടുപോയി പണയം വയ്ക്കുക അല്ലെങ്കിൽ വിൽക്കുക. 15 ലക്ഷം രൂപ കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് പണയം വെക്കണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു ഗ്രാമിന് 4000 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ സ്വർണം വിൽക്കുക. ഓക്കെ, ഇനി അടുത്ത സൊല്യൂഷൻ ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുക, മാസം EMI ആയിട്ട് അടഞ്ഞു പോകുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ബാങ്കിൽ കിടക്കുന്ന FD പൊട്ടിക്കുക, RD പൊട്ടിക്കുക, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പൊട്ടിച്ച് 2 ദിവസത്തിനുള്ളിൽ ആ പൈസ മറിക്കുക, മ്യൂച്വൽ ഫണ്ട് വിൽക്കുക, നമ്മുടെ ELSS ടാക്സ് സേവിങ് ആയിട്ട് കിടക്കുന്നത് നഷ്ടത്തിൽ വിൽക്കുക, നഷ്ടത്തിൽ ചിട്ടി പിടിക്കുക. അങ്ങനെ എല്ലാം നമുക്ക് 15 ലക്ഷം രൂപ കണ്ടെത്തി നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും, മീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഈ ഒരു സംഭവത്തെ ഒരു സാമ്പത്തിക ദുരന്തം എന്ന പേരിട്ട് വിളിക്കാനാണ് ആഗ്രഹിക്കുക. അത് സാമ്പത്തികമായി നമ്മൾക്ക് വരുന്ന നമ്മൾക്കും നമ്മളുടെ കുടുംബത്തിനും നമ്മളുടെ സാമ്പത്തിക അവസ്ഥയ്ക്കും വരുന്ന ഒരു ദുരന്തമായിട്ടാണ് ഈ ഒരു 15 ലക്ഷം രൂപയുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ മെഡിക്കൽ എമർജൻസിയെ ഞാൻ വിലയിരുത്തുക. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ, പക്ഷേ ഇത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയാം, നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ എൻ്റെ പഴയൊരു സുഹൃത്തിനെ ഞാൻ ഫോൺ വിളിക്കുകയുണ്ടായി. ഇൻവെസ്റ്റിംഗ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു സുഹൃത്താണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ RVNL 30 രൂപയ്ക്ക് RVNL ഉണ്ടായിരുന്നതായിട്ട് എനിക്കറിയാം. 30 രൂപ വിലയിൽ അവൻ RVNL വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ 280 രൂപയാണ് അതിൻ്റെ വില. അപ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറയുന്നു, എന്തിനാണ് അതിനെപ്പറ്റിയൊക്കെ ഓർമ്മിപ്പിക്കുന്നത്? അവൻ്റെ അടുത്ത ബന്ധുവിനൊരു കാർഡിയാക് അറസ്റ്റ് വരികയും ഒരു 17 ലക്ഷം രൂപയുടെ ICUലൊക്കെ ആയിരുന്നു ആൾ. 17 ലക്ഷം രൂപയോളം ചിലവായി. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സ്റ്റോക്കും, എല്ലാ മ്യൂച്വൽ ഫണ്ടും, എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും അവൻ വിഡ്രോ ചെയ്തിട്ടാണ് അവൻ ആ തുക കണ്ടെത്താൻ സാധിച്ചത് എന്ന് അവൻ പറഞ്ഞു എന്നോട്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇത്ര റെലവൻ്റ് ആയിട്ട് നിങ്ങളോട് പറയണം എന്ന് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഒരു സാമ്പത്തിക ദുരന്തത്തെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ വിചാരിക്കും, ഈ 15 ലക്ഷം രൂപ എന്തിനായി ഇത്രയും ചിലവ് കൂടുതലുള്ള ആശുപത്രികളിലേക്ക് പോകുന്നത്? നമ്മുടെ ചുറ്റും ഒരുപാട് സർക്കാർ ആശുപത്രികളുണ്ട്, സൗജന്യ ചികിത്സ കിട്ടുന്ന കാരുണ്യ പദ്ധതികളുണ്ട്. അപ്പോൾ നമ്മളുടെ സർക്കാരുകൾ വളരെയധികം സൗകര്യങ്ങളൊക്കെ ഉള്ള ആശുപത്രികളൊക്കെ ഉണ്ടെങ്കിലും, സൗജന്യ ചികിത്സയൊക്കെ ഉണ്ടെങ്കിലും, നിങ്ങൾക്കൊരു മെഡിക്കൽ എമർജൻസി ഉണ്ടായാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്ക് ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായാൽ, ആളെ തിരിച്ചു കിട്ടുന്ന അടുത്തുള്ള ഏറ്റവും സൗകര്യമുള്ള ഒരു ആശുപത്രിയിലേക്കല്ലേ നിങ്ങൾ പോവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആശുപത്രികളിൽ സൗജന്യ ചികിത്സയൊന്നും ഉറപ്പായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബില്ലാവുകയും ചെയ്യും. ഈ ആശുപത്രികൾ കൂടുതൽ ബില്ലുകൾ ഇപ്പോൾ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എങ്ങനെ വിശ്വസിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു.
അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസിൽ മിനിമം ഒരു 3-3.5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കോർപ്പറേറ്റീവിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥിതിക്ക് ഒരു 3 ലക്ഷം രൂപയുടെ വരെ ബില്ലായി കഴിഞ്ഞാൽ നമുക്ക് അത് വലിയ സീനില്ലാത്തൊരു കാര്യമാണ്. കാരണം നമുക്കത് ഫുള്ള് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ ഒരു 75%, 80%, 85% ഒക്കെ നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടുന്നതുകൊണ്ട് 1500 രൂപയുടെ ഒരു ടെസ്റ്റിന് ആശുപത്രിക്കാർ 3000 രൂപ ബില്ല് അടിച്ചാലും നമ്മളതിനെപ്പറ്റി വലിയ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നിൽക്കാറില്ല. കാരണം നമുക്കിത് റീഇംബേഴ്സ് ചെയ്ത് കിട്ടുമല്ലോ. പക്ഷേ ഒരു ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോർപ്പറേറ്റിൽ ജോലി ചെയ്യാത്ത സ്വയം തൊഴിലൊക്കെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പുള്ളിക്കാരൻ്റെ അവസ്ഥ? 1500 രൂപയ്ക്ക് പകരം പുള്ളിക്കാരന് 3000 രൂപ അവിടെ ചിലവാകുന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ പോക്കറ്റിന് ഒരു വളരെ വലിയൊരു ബാധ്യത വരുത്തുന്ന ഒരു സംഭവങ്ങളാണ് ഈ ആശുപത്രിവാസം, അസുഖങ്ങൾ. അതൊരു സാമ്പത്തിക ദുരന്തം തന്നെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമുക്കൊരു 15 ലക്ഷം രൂപ ഒരു 1-2 ആഴ്ചകൾ കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 15 ലക്ഷം രൂപ ചിലവാകുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ സാലറി ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തന്നെ ഒരു 1-2 വർഷം കഴിയണം. എന്നാലേ ഈ കടം വാങ്ങിച്ച തുകയൊക്കെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ 1-2 വർഷത്തേക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെന്റുകളൊന്നും നടക്കില്ല. നമുക്ക് ഈ കടം അടച്ച് തീർക്കാനുള്ള സമയം മാത്രമേ നമുക്ക് ഉണ്ടാവൂ. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, 2 വീലറുകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. 2 വീലർ, അത് ബൈക്ക് മാത്രമല്ല, ബൈക്കാവാം, സ്കൂട്ടി ആവാം, നിങ്ങളുടെ മക്കൾ സൈക്കിളിൽ പോകുന്നുണ്ടെങ്കിൽ അതാവാം, നിങ്ങൾ സൈക്കിളിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതാവാം. 2 വീലറുകളിൽ യാത്ര ചെയ്യുന്നത് വളരെ വലിയ റിസ്ക് ഉള്ളൊരു കാര്യമാണ്. നമുക്ക് 2 വീലറിൽ യാത്ര ചെയ്താൽ ചിലപ്പോൾ ഈ റിസ്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മളൊരു കാറിൽ യാത്ര ചെയ്തിട്ട് നമ്മുടെ തൊട്ട് മുന്നിൽ യാത്ര ചെയ്യുന്ന ബൈക്കുകാരൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ കിട്ടും. കാരണം നമ്മളറിയാതെ ആക്സിലേറ്ററിൽ ഒന്ന് അമുക്കി കഴിഞ്ഞാൽ പുള്ളിനെ പോയി തട്ടും, പുള്ളിക്കാരൻ താഴെ വീഴും. കാറിലെന്ന് പറഞ്ഞാൽ നമ്മൾ കാറിൻ്റെ ഉള്ളിൽ നമുക്ക് വരുന്ന പരിക്കുകളുണ്ട്. പക്ഷെ ഒരു ബൈക്കിൽ നിന്ന് തെറിച്ച് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബൈക്കിൽ നിന്ന് താഴെ വീണ് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാൻ സാധിക്കും? ഒരു നായ മതി, ഒരു നായ കുറുകെ ചാടിയാൽ, അല്ലെങ്കിൽ റോഡിൽ കിടക്കുന്ന ഒരു കല്ല്, എന്തിനു പറയുന്നു, 60-70 കിലോമീറ്റർ സ്പീഡിൽ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം ടയർ പഞ്ചറായാൽ പോലും നിങ്ങൾക്ക് വളരെ വലിയ അപകട സാധ്യതകളാണുള്ളത്. ഓക്കെ, അപ്പോൾ അപകടങ്ങൾ നമ്മുടെ ചുറ്റും, നമ്മൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപകടങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ട്. എന്തിന്, വീട്ടിലിരിക്കുമ്പോൾ പോലും അപകടങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, അപ്പോൾ ഈ ഒരു സാമ്പത്തിക ദുരന്തം സംഭവിക്കുന്ന സമയത്ത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമുക്കുണ്ടെങ്കിൽ ഈ ഒരു സാമ്പത്തിക ദുരന്തത്തെ പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസും ബാക്കിയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമല്ല, എല്ലാ ഇൻഷുറൻസുകളുടെ പ്രാധാന്യത്തെ പറ്റിയാണ്, പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഷുറൻസ്. ഓക്കെ, ഞാൻ നമ്മളുടെ ചാനൽ ഇതുവരെ നമ്മൾ ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഇനി മുതൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പറയുന്നു, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഒരു എക്സ്പെൻസിൽ നിങ്ങൾ വകയിരുത്തേണ്ട ഒരു സാധനമാണ് ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കാം. പക്ഷേ ഈ ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങളുടെ എക്സ്പെൻസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ഇടുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ചിലവാക്കിയിരിക്കേണ്ട ഒരു സംഭവമാണ് ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഇൻഷുറൻസിന് നമുക്ക് എത്ര രൂപ ചിലവ് വരും നോക്കാം. എനിക്ക് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഈ വീഡിയോ കാണുന്നവരിൽ 90% പേരും 30 വയസ്സിനും 50 വയസ്സിനും അല്ലെങ്കിൽ ഒരു 40 വയസ്സിനും 30 വയസ്സിനും ഒക്കെ ഇടയിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ വീഡിയോ കാണാൻ. കഴിഞ്ഞ വർഷം എനിക്കിപ്പോൾ 34 വയസ്സായി, എൻ്റെ വൈഫിന് 33 വയസ്സായി, എൻ്റെ കുട്ടിക്ക് 4 വയസ്സായി. ഞങ്ങൾ 3 പേർക്കും കൂടെ ഒരു ഇൻഷുറൻസ് എടുത്തതിന് ഞങ്ങൾക്ക് ചിലവായത് 15,000 രൂപയാണ്. ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസ് ആണ്. നമുക്ക് ഒറ്റ തവണയായിട്ട് അടയ്ക്കാം, 2 തവണയായിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ മാസം 0 കോസ്റ്റ് EMI, പലിശ ഇല്ലാത്ത EMI ആയിട്ട് മന്ത്ലി നമുക്ക് അടച്ചു കൊടുക്കാം. 15,000 രൂപയാണ് ഒരു വർഷത്തെ ഇൻഷുറൻസ്. 15 ലക്ഷം രൂപ വരെയുള്ള മെഡിക്കൽ എക്സ്പെൻസ് ഇതിനകത്ത് കവറാവും. 15 ലക്ഷം രൂപ വരെയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് ഇതിനകത്ത് കവറാവും. പിന്നെ ഇപ്പോഴുള്ള ഈ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ഒക്കെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കമ്പനികളുടെ ഇൻഷുറൻസ്, ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഇൻഷുറൻസിൻ്റെ പ്രത്യേകത, ഈ കൊല്ലം 15 ലക്ഷം രൂപയായിരിക്കും നിങ്ങളുടെ സം അഷ്യൂർഡ് ആയിട്ടുണ്ടാവുക. ഇത് തന്നെ അടുത്ത വർഷമാകുമ്പോൾ ഡബിൾ ആവും, 30 ലക്ഷം രൂപ, സെയിം പ്രീമിയം 30 ലക്ഷം രൂപയുടെ കവർ ഉണ്ടാവും. ഇനി നിങ്ങൾ ആലോചിക്കുന്ന, നിങ്ങൾ ഇൻഷുറൻസ് എടുക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുടെ മനസ്സിലുള്ള ചിന്താഗതികൾ പറയാം. ഞാൻ എക്സസൈസ് ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കുന്നില്ല, ഇങ്ങനെയുള്ള എന്തിനു വേണ്ടി ഞാനിപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്നതെന്ന് ആലോചിക്കുന്നവരുണ്ടാവും. കഴിഞ്ഞ വർഷം എൻ്റെ ഫാദറിന് ഒരു കാർഡിയക് അറസ്റ്റ് ഉണ്ടായി. കഴിഞ്ഞ വർഷം ഒരു കാർഡിയക് അറസ്റ്റ് ഉണ്ടായി. ദൈവാനുഗ്രഹം കൊണ്ടൊന്നും സംഭവിച്ചില്ല, ആളിപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോഴൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഇങ്ങനൊരു മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടില്ല. കിട്ടുകയാണെങ്കിൽ തന്നെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലെയിമുകളൊന്നും തന്നെ കവറാവില്ല.
ഇത് നമുക്കാണ് സംഭവിക്കുന്നതെങ്കിലോ 40ാമത്തെ വയസ്സിൽ നമുക്ക് ചെറിയൊരു നെഞ്ചുവേദന, നമുക്കൊരു ECR വേരിയേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ ഹിസ്റ്ററി ഇതിൻ്റെ പേരിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫാറ്റി ലിവറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മേജർ ഇഷ്യൂസിൻ്റെ സ്റ്റാർട്ടിങ് ആണെങ്കിൽ പോലും നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂവിന് പിന്നീട് നിങ്ങൾക്ക് ഒരിക്കലും മെഡിക്കൽ ഇൻഷുറൻസ് കവർ ആവുന്നുണ്ടെങ്കിൽ തന്നെ 3 കൊല്ലം 4 കൊല്ലത്തെ വെയിറ്റിംഗ് പീരീഡിന് ശേഷമായിരിക്കും അത് നിങ്ങൾക്ക് കവർ ആവുക. എത്ര വലിയ ഒരു സാമ്പത്തിക അരക്ഷിതാവസ്ഥയാണ് അവിടെ ഉണ്ടാവുക എന്നൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കുന്നോ അത്രയും സേഫ് ആണ് നമ്മൾ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും തന്നെ കോർപ്പറേറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലേ. സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ബിസിനസ് ചെയ്യുന്നവരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് ഈ കാര്യം ഞാൻ പറയുന്നത് കോർപ്പറേറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉണ്ടാവും. അപ്പോൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾ ആ ഒരു കമ്പനിയുടെ ഇൻഷുറൻസ് കവറിൽ ഉണ്ടാവും. മിക്കവർക്കും തന്നെ 5-6 ലക്ഷം രൂപയായിരിക്കും ഇൻഷുറൻസ് കവർ. അതുകൊണ്ട് തന്നെ മറ്റ് ഇൻഷുറൻസിൽ നിങ്ങളാരും ചേരാറില്ല. കറക്റ്റ് അല്ലേ? മറ്റ് ഇൻഷുറൻസ് എടുക്കാറില്ല. കാരണം 5 ലക്ഷം രൂപ വരെ ഇവർ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. നിങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ അല്ലെങ്കിൽ ആ ഒരു വർഷത്തിൽ നിങ്ങളുടെ ഇൻഷുറൻസ് എക്സ്പയർ ആയി പോകും. അല്ലെങ്കിൽ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ ഒരു കാർഡിയാക് അറസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മേജർ ഇഷ്യൂ ഉണ്ടാവുകയും നിങ്ങൾ റിട്ടയർ ചെയ്യുകയും ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങളൊരു കോർപ്പറേറ്റ് ഇൻഷുറൻസ് അല്ലാതെ മറ്റൊരു ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ഒരു മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു യാഥാർത്ഥ്യം. അപ്പോൾ കോർപ്പറേറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, കുറഞ്ഞ ഒരു പ്രീമിയത്തിനാണെങ്കിലും അല്ലെങ്കിൽ കുറഞ്ഞ ഒരു സം അഷ്യൂർഡിനാണെങ്കിലും 2 ലക്ഷം രൂപയോ 3 ലക്ഷം രൂപയോ ആവട്ടെ, എത്രയാണെങ്കിൽ പോലും ഒരു ഇൻഷുറൻസ് നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക, അത് പുതുക്കിക്കൊണ്ടേയിരിക്കുക, അത് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ അഡ്വൈസ്. അതാണ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഇൻഷുറൻസ് കവേർഡ് ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ മലയാളികൾ പൊതുവെ കണക്ക് നോക്കി ചിലവാക്കുന്നവരാണല്ലേ. അപ്പോൾ നിങ്ങൾ കണക്ക് നോക്കി ചിലവാക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പം എൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 15,000 രൂപ മുടക്കി എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ മകനോ അടുത്തൊരു 10 കൊല്ലത്തേക്ക് ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായില്ല, ഒരു പൈസ പോലും എനിക്ക് ഹോസ്പിറ്റലിൽ ചിലവഴിക്കേണ്ടി വന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ മൊത്തം ഈ ഇൻഷുറൻസ് പ്രീമിയം സ്റ്റേബിൾ ആയി നിൽക്കുക എന്നൊരു കണ്ടീഷനോട് കൂടി നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് ചിലവാകുന്ന തുക എന്ന് പറയുന്നതിന് 1,40,000 1 ലക്ഷം രൂപ എന്ന് വെച്ചോളൂ. ഈ 10 വർഷം കൊണ്ട് ഞാൻ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് അടച്ചു കൊടുക്കുന്ന പ്രീമിയം എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയോളമാണ്. ഓക്കെ, 11ാമത്തെ വർഷം എനിക്കൊരു 5 ലക്ഷം രൂപയുടെ ഹോസ്പിറ്റൽ എമർജൻസി ഉണ്ടായെന്ന് വിചാരിക്കുക. എന്നാൽ പോലും നമുക്ക് ആ ഒരു സാമ്പത്തിക ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൂടെ? അപ്പോഴും നമുക്ക് നമ്മുടെ സ്വത്തിനും നമ്മളുടെ സാമ്പത്തിക സുസ്ഥിതിക്കും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള ഒരു പ്രൊട്ടക്ഷനാണ് നമ്മൾക്ക് തന്നെ കൊടുക്കുന്ന ഒരു ഉറപ്പാണ്, നമ്മുടെ ഫാമിലിക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പാണ് ഈ ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അത് ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിലും നമ്മുടെ അഭാവത്തിൽ നമ്മുടെ ഫാമിലിക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള തുക കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ നമ്മളുമായിട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് അവർക്ക് ശാരീരികമായിട്ടുണ്ടാകുന്ന മെഡിക്കൽ എമർജൻസികൾക്ക് ഉള്ളൊരു പ്രൊട്ടക്ഷനാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ മാത്രമല്ല, ഒരു ഇൻഷുറൻസ് അഡ്വൈസറും കൂടെയാണ്. ഇനി നമുക്ക് നോക്കാവുന്നത് എങ്ങനെ നമുക്കൊരു ഇൻഷുറൻസ് പോളിസി എടുക്കാം എന്നല്ല, എങ്ങനെ തിരഞ്ഞെടുക്കാം, ഏറ്റവും നല്ലൊരു പോളിസി എങ്ങനെ തിരഞ്ഞെടുക്കാം. ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, അറിയാവുന്ന ആരോടെങ്കിലും നിങ്ങളുടെ ഇൻഷുറൻസ് ഏജൻസിമാരാരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ, അഡ്വൈസർമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പോയി ചോദിക്കുക ഏതാണ് എടുക്കേണ്ടത്. ഒരു കാര്യം ആലോചിക്കണം, ഇൻഷുറൻസ് ഏജന്റുമാർ പൊതുവിൽ 90% ആൾക്കാരും എപ്പോഴും അവർക്ക് കമ്മീഷൻ കൂടുതൽ കിട്ടുന്ന പോളിസികളെ നിങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നിങ്ങളൊരു പോളിസി എടുക്കുന്നതിന് മുന്നേ 100% കൺവിൻസ്ഡ് ആവുക നിങ്ങൾ തന്നെ. ഓക്കെ, അതിനുള്ള ഏറ്റവും നല്ലൊരു വഴി ഞാൻ പറഞ്ഞുതരാം. പോളിസി ബസാർ എന്ന് പറയുന്നൊരു സൈറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇതൊരു പെയ്ഡ് വീഡിയോ ഒന്നുമല്ല, പോളിസി ബസാർ എനിക്ക് പൈസ ഒന്നും തന്നിട്ടില്ല, പക്ഷേ നല്ലൊരു വെബ്സൈറ്റ് ആണത്. പോളിസി ബസാറിൽ പോവുക, നിങ്ങളുടെ പ്രായം അവർ ചോദിക്കും, നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി അവർ ചോദിക്കും, എന്തെങ്കിലും ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, അല്ലെങ്കിൽ കള്ളത്തരം പറയരുത്. ഓക്കെ, ഡോക്ടറിനോടും വക്കീലിനോടും ഈ പോളിസി ബസാർ അല്ലെങ്കിൽ ഈ ഇൻഷുറൻസ് എടുക്കാൻ വരുന്ന ആളിനോടും നിങ്ങൾ കള്ളത്തരം പറയാൻ പാടില്ല. കാരണം ഈ പ്രീമിയം എല്ലാം അടച്ച് അവസാനം നിങ്ങൾ ക്ലെയിം ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടായിരുന്നു എന്ന് അവർക്ക് ഈസി ആയിട്ട് അവർക്ക് അറിയാൻ പറ്റും. എല്ലാ ഹോസ്പിറ്റൽ നെറ്റ്വർക്കുമായിട്ടും ലിങ്ക് ഈ ഇൻഷുറൻസ് കമ്പനികൾക്കുണ്ട്.
ഈസി ആയിട്ട് നിങ്ങളുടെ ഫയൽ ഏത് ഹോസ്പിറ്റലാണെന്നുള്ളതെങ്കിലും അവർക്ക് പൊക്കി എടുത്തുകൊണ്ട് വരാൻ സാധിക്കും. അതുകൊണ്ട് സത്യസന്ധമായിട്ട് പറയുക, പ്രീമിയം കുറച്ച് കൂടുതലായാലും കള്ളത്തരം നിങ്ങൾ കാണിക്കാതിരിക്കുക. ഉള്ള കാര്യം പറയുക, ഇന്ന പോലെ ഇങ്ങനെ ഒരു മെഡിക്കൽ ഹിസ്റ്ററി എനിക്കുണ്ട്, എത്ര പ്രീമിയം, ചിലപ്പോൾ ഒരു 2000, 3000, 5000 രൂപ പ്രീമിയം കൂടുതൽ വന്നാലും സാരമില്ല, ക്ലെയിം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു പോളിസി ബസാർ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് പോളിസി നിങ്ങൾക്ക് എടുത്തു തരും. പോളിസി ബസാറിനുള്ളിൽ നിങ്ങൾ പോയി ഇത് ചെയ്ത ഉടനെ തന്നെ പോളിസി ബസാറിൻ്റെ ഏജന്റ് നിങ്ങൾ വിളിക്കും. അതാണ് പോളിസി ബസാറിൻ്റെ ഏറ്റവും വലിയൊരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. പോളിസി ബസാർ ഷെയർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട്, പോയി കാണാം. നല്ലൊരു കമ്പനിയാണ്, നല്ല പൊട്ടൻഷ്യൽ ഒരു കമ്പനിയാണ്. 300 രൂപയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഏകദേശം ഒരു 1000 രൂപയോളം എത്തിയിട്ടുണ്ടെന്നാണ്, 3 ഇരട്ടിയോളം ആയി എന്നാണ് എൻ്റെ ഓർമ്മ. ഞാനത് ട്രാക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ പോളിസി ബസാറിലെ ആളുകൾ നിങ്ങളെ വിളിക്കും, നിങ്ങൾക്ക് തീരുമാനിക്കാൻ എടുക്കണോ വേണ്ടതെന്നുള്ളത്. അത് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനോട് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് 100% എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ്. പോളിസി ബസാറിലൂടെ നിങ്ങൾക്ക് നല്ലൊരു പോളിസി അവർ സെലക്ട് ചെയ്ത് തരും എന്നുള്ളതിൽ എനിക്ക് 100% ഉറപ്പാണ്. പക്ഷേ നിങ്ങളൊരു ഹോസ്പിറ്റൽ കേസ് ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ട് പോളിസി ബസാറിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പില്ല. കാരണം ആരാണോ ഇൻഷുറൻസ് പോളിസി നമുക്ക് എടുത്തു തരുന്നത്, അല്ലെങ്കിൽ ആരാണോ നിങ്ങളുടെ ഇൻഷുറൻസ് അഡ്വൈസർ, അവരെയാണല്ലോ നിങ്ങൾ ആദ്യം വിളിക്കുക. നിങ്ങൾക്കൊരു മെഡിക്കൽ എമർജൻസി ഉണ്ടാകുമ്പോൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ വിളിക്കുന്ന അവരാണല്ലോ. അപ്പോൾ അവരല്ലേ നിങ്ങളെ സഹായിക്കണ്ടേ. അപ്പോൾ ആദ്യം പോളിസി ബസാറിനെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കുന്നു, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഓഫീസിലേക്ക് പെട്ടെന്ന് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഓടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പോളിസി ബസാറിലോ അല്ലെങ്കിൽ അതുപോലുള്ള സൈറ്റുകളിൽ പോയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ബെസ്റ്റ് പോളിസി നിങ്ങൾ തിരഞ്ഞെടുക്കുക. പോളിസി ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരു വിശ്വസ്തരായ, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ആവശ്യത്തിൽ സഹായിക്കുമെന്ന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് അഡ്വൈസറിൻ്റെ അടുത്ത് പോയിട്ട് പറയുക, ചേട്ടാ എനിക്ക് ഇന്ന പോളിസിയാണ് വേണ്ടത്, അത് മാത്രം എനിക്ക് മതി, ചേട്ടന് കമ്മീഷൻ കൂടുതൽ കിട്ടുന്നതല്ല എനിക്ക് വേണ്ടത്, എനിക്ക് ഇന്ന പോളിസിയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ പോളിസി തന്നെ ചോദിച്ചു വാങ്ങാം. ഇതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള, ഏറ്റവും വൈസായിട്ടുള്ളൊരു തീരുമാനം. ഇതായിരിക്കും. ഞാനും ഒരു ഇൻഷുറൻസ് അഡ്വൈസറും കൂടെയാണ്. അഡ്വൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു പോളിസി സെലക്ട് ചെയ്ത് തരാം. ഞാൻ മാത്രമല്ല ഈ ഇൻഷുറൻസിൻ്റെ കേസിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളത്. 24/7 ഏത് പാതിരാത്രി വിളിച്ചാലും ഫോൺ എടുക്കാൻ തക്ക വിധത്തിലുള്ള ഒരു ടീം നമ്മൾക്കുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ വിളിക്കുക. മ്യൂച്വൽ ഫണ്ട്സിന് വേണ്ടി ഒത്തിരി ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏത് പാതിരാത്രി വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കാറുണ്ട് എന്ന് പറഞ്ഞ് പാതിരാത്രി എന്നെ വിളിക്കാൻ നിൽക്കണ്ട. ഏത് സമയത്ത് വിളിച്ചാലും എൻ്റെ ഫോണിൽ കിട്ടാറുണ്ട്. ഇനി വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരു എമർജൻസി കേസിലായിരിക്കും, അർജൻസി കേസിലായിരിക്കും ഞാൻ ഉണ്ടാവുക. ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ തിരിച്ച് വിളിച്ചിട്ടുണ്ട് ഇതുവരെ, ഇനിയും തിരിച്ച് വിളിക്കും. അപ്പോൾ ഏത് കേസാണെങ്കിലും നമ്മൾ വിളിക്കുക. മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും ഇൻഷുറൻസിൻ്റെ കേസിൽ പ്രത്യേകിച്ച് എടുക്കാൻ മറന്നു പോകരുത്. വർഷത്തിൽ ചേട്ടനും ചേച്ചി എല്ലാം കൂടെ ഇരുന്ന് ബഡ്ജറ്റ് ഇടുമ്പോഴത്തേനും ഹെൽത്ത് ഇൻഷുറൻസിന് ഒരു തുക മാറ്റി വയ്ക്കുക. ഒരിക്കലും ഒരു നഷ്ടമല്ല ഹെൽത്ത് ഇൻഷുറൻസ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും, ഒരു ദിവസം പട്ടിണിയാണെങ്കിൽ പോലും എടുത്തിരിക്കേണ്ട ഒരു സാധനമാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ് അഥവാ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ടൈം ഇൻഷുറൻസിനെ പറ്റിയും ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയും, പിന്നെ മറ്റൊരു കാര്യം പറയാൻ മറന്നുപോയി, വീടിൻ്റെ ഇൻഷുറൻസ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട് പണിയുന്ന ആൾക്കാർക്ക് ബാങ്കുകാരെ വീടിന് ഇൻഷുറൻസ് ഉണ്ടാവും. കാരണം എന്താ, എങ്ങാനും വീട് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഇൻഷുറൻസ് കമ്പനിക്കാർ ബാങ്കുകാർക്ക് ലോൺ തിരിച്ചടയ്ക്കും. അങ്ങനെ ബാങ്കുകൾക്ക് പോലും ഈ ഒരു തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ ഗൾഫിൽ പോയിട്ടും മറ്റും കഷ്ടപ്പെട്ട് എല്ലുമുറിയെ പണിയെടുത്ത് നാട്ടിൽ വന്നിട്ട് സമ്പാദിച്ച മുഴുവൻ തുകയും വീടിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മലയാളികളായിട്ടുള്ള നമ്മൾ മുടക്കിയ പൈസ, പൈസ മുടക്കി വെച്ച വീട് ഇൻഷുർ ചെയ്യുന്നില്ല? ഞാൻ റെഡി ക്യാഷ് മുടക്കി വീട് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ ഇൻഷുർ ചെയ്യുന്നില്ല? പലരും ചെയ്യുന്ന മണ്ടത്തരമാണ് വീട് ഇൻഷുർ ചെയ്യാതെ പോകുന്നത്. ചെയ്യരുത്. നമ്മുടെ ആയുഷ്കാലത്തെ സമ്പാദ്യം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന വീട് ഇൻഷുർ ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ജീവനും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ചുറ്റുമുള്ള ആരോഗ്യവും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ആരോഗ്യവും, ആർക്കൊക്കെ അസുഖം വന്നാലാണോ നമ്മളുടെ പോക്കറ്റിൽ നിന്ന് പൈസ ഇറങ്ങുന്നത് അവർക്ക് വേണ്ടി എല്ലാം ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. വീണ്ടും ഞാൻ പറയുന്നു, സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിലും ഞാനൊന്നും പറയില്ല, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിലും ഒന്നും പറയില്ല. പക്ഷേ ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. മറന്നു പോകരുത്. ഓക്കെ. പിന്നെ നമ്മൾ 2ാം ക്ലാസ് മുതലും 3ാം ക്ലാസ് മുതലും പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഇന്ന് മുതലൊന്ന് മാറ്റിപ്പിടിക്കാം. ഇൻഷുറൻസ്, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അല്ലെങ്കിൽ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇൻഷുറൻസ്. ഇതായിരിക്കണം നമ്മുടെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.